ശാസ്ത്രീയ കലകളുടെ പഠനകളരിയാണ് ക്ഷേത്രകലാപീഠങ്ങൾ. വിശുദ്ധമായ ചുവരുകൾക്കുള്ളിൽ ദൈവിക സാന്നിധ്യത്തിൽ ശാസ്ത്രീയ കലകളെ ആഴത്തിൽ പഠിക്കാനാകുമെന്ന വിശ്വാസമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിലെ ദേവസ്ഥാനത്താണ്. അവിടുത്തെ ക്ഷേത്ര കലാപീഠ ക്ലാസ്സുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സ്വാമി പറഞ്ഞിട്ടുള്ള അതിനെ വെച്ചാൽ ആവുന്ന ടൈം വരെ പഠിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പരീക്ഷയ്ക്ക് മാത്രം ഫീസ്, പഠിക്കാൻ ഫീസില്ല. പിന്നെ ഇതേമാതിരി ഒരു സാഹചര്യം ഏത് കുട്ടികൾക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓരോ രാഗങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രകൃതിയിലുള്ള ഓരോ മാറ്റങ്ങളും സ്വരങ്ങളുടെ വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, ആനന്ദവും എല്ലാം മനുഷ്യരുടെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ 2015 ഇതിവിടെ തുടക്കം കുറിക്കുന്നത്. തുടക്കത്തിൽ വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏകദേശം ഒരു 100-300 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലോട് കൂടിയിട്ട് ഒരു സംഗീത കോളേജ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പാട്ടിൻ്റെ ലെസൺസ് എന്താണോ അത് തന്നെയാണ് നമ്മൾ വയലിൻ പഠിപ്പിക്കുന്നത്. പക്ഷേ വയലിൻ പറയുമ്പോൾ നമ്മൾ വയലിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ബോ ടെക്നിക്സ്, ബോയിങ്ങിങ് ടെക്നിക്ക്, അതുപോലെ ഫിംഗറിങ് ടെക്നിക്സ്, ഷാട്ടിൽ എങ്ങനെയാണോ എങ്ങനെയാണ് ബോ ഇടേണ്ടത്, എങ്ങനെ ഫിംഗറിങ് സ്വരസ്ഥാനങ്ങൾ എങ്ങനെ വരുന്നു, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെസൺസിലൂടെ കിടക്കുന്നത്. ദേവസ്ഥാനം കലാപീഠത്തിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പഠനശൈലി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തന്നെ നവരാത്രി മണ്ഡപവും മാത്രമല്ല ദക്ഷിണാമൂർത്തി സംഗീത നൃത്ത മണ്ഡപത്തിൽ അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. കലാ സാംസ്കാരിക രംഗത്ത് ഇതൊരു നവോത്ഥാനം തന്നെ നമുക്ക് പറയാം. ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പക്കവാദ്യമാണ് മൃദംഗം എന്നുള്ളത്. സാധാരണ ശാസ്ത്രീയ കലകൾ പഠിക്കുന്ന പോലെ തന്നെ മൃദംഗം പഠിക്കാനായിട്ട് ധാരാളം കുട്ടികൾ ഉണ്ട്, മുൻപും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമായ BSS കൾച്ചറൽ മിഷൻ്റെ പരീക്ഷയ്ക്കുള്ള സമ്പ്രദായം അനുസരിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. കല പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വരുന്ന കുട്ടികളാണ്. പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും താളത്തിൻ്റെ ക്ലാസ്സായിട്ടും മ്യൂസിക്കിൻ്റെ ആണെങ്കിലും എല്ലാം ആ ഒരു സമയം നമ്മൾ ക്ലാസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. നോർമൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ പഠിക്കണ പോലെയല്ല ഇവിടുത്തെ കുട്ടികൾ പഠിക്കണത്. എക്സസൈസ് തൊട്ടിട്ട് നമ്മളെല്ലാ അടവുകളും എല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 6 വർഷം അല്ലെങ്കിൽ 4 വർഷം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു കച്ചേരി ചെയ്യാവുന്ന രീതിയിൽ അതിനുള്ള ഒരു ഇതുണ്ടാവും അവർക്ക്. താളം വയസ്സായാലും മറ്റുള്ളവരെ ഒരു പഠിപ്പിച്ച് കൊടുക്കാനുള്ള നമുക്കൊരു സ്ട്രെങ്ത് നമുക്ക് ആയിട്ടുണ്ട്. വ്യക്തമായ നിയമങ്ങളും ശൈലികളുമുള്ള ഈ ശാസ്ത്രീയ കലകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗം കൂടിയാണ്. ഈ കലകളെ സംരക്ഷിച്ച് പുതുതലമുറക്ക് പകർന്നു നൽകുന്നതിൽ ക്ഷേത്രകലാപീഠങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വിനു പാവമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.